പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എപ്പോഴും നമ്മുടെ ജാനകിയാണ് പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അജയനയിലെ കൂടി വരികയാണ്. ജാനകി, നിന്റെ ദേഷ്യം ഇതുവരെയ്ക്കും മാറിയില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, എങ്ങനെയാ മാറുക, നമ്മളെ മരുമോളെ കൊണ്ടുവന്ന സമയത്തേന് ഏട്ടത്തിയെ നൈനേനെ പോയി വിളിച്ചോണ്ട് വന്നില്ലേ, ഏട്ടത്തിക്ക് അവളെ വിളിച്ചോണ്ട് വരുന്നതിൻ്റെ വല്ല കാര്യമുണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അജയൻ പറയുകയാണ്, നീ എന്താ ജാനകി പറയുന്നത്, ഇത് ആദർശിൻ്റെ പെണ്ണാണ്, ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് നൈനമോള്, നമ്മളെ മരുമകളെക്കാൾ അവകാശം നൈനമോൾക്ക് ഈ വീട്ടിലുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ജാനകിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ജാനകി പറയുകയാണ്, നിങ്ങളൊക്കെ എന്ത് കണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെ മരുമകൾ വന്നതുപോലെയാണോ അവളുമാരെ ഈ വീട്ടിലേക്ക് വന്നത്, അവരും നടന്നു തന്നെയാണ് വന്നത്, നിന്റെ മലയാളം നടന്നു തന്നെയാണ് വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ജാനകിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ജാനകി പറയുകയാണ്, അനാമിക മോളെ ഒന്ന് മൈൻഡ് പോലും ചെയ്യുന്നില്ല, അനി സ്നേഹിക്കുകയോ പരിഗണിക്കുകയോ പോലും ചെയ്യുന്നില്ല. അജയേട്ടനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മോനെക്കുറിച്ചൊരു ചിന്ത പോലും ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ അജയൻ പറയുകയാണ്, അതെങ്ങനെയാ, എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി അനാമിക ഇവിടെ നിന്ന് പോവാൻ നിൽക്കുകയല്ലേ, അങ്ങനെയുള്ള പെൺപിള്ളേരെ ആരാണ് ഇഷ്ടപ്പെടുക, നമ്മളെ മോനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്, നിന്റെ മരുമകളുടെ ഭാഗത്താണ് തെറ്റ്, നീ അവളെ പറഞ്ഞ് ഉപദേശിച്ച് മനസ്സിലാക്കി എടുക്കുക. എന്നിട്ട് അജയൻ പറയുകയാണ്, നമ്മുടെ മോൻ നാണം കെട്ട് അവളെ പോയി വിളിക്കാനൊക്കെ പോയില്ലേ, അവളെ വീട്ടിൽ പോയി നിന്നപ്പോൾ, അത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ നമ്മുടെ മരുമകളെ ഇവിടെ പൂജയ്ക്ക് വെക്കാനൊന്നും അല്ലല്ലോ കൊണ്ടുവന്ന്, ഈ വീട്ടിലെ രീതികൾ അനുസരിച്ച് ജീവിക്കാനല്ലേ കൊണ്ടുവന്നത്, നീ അതൊക്കെ നിന്റെ മരുമകളെ ഉപദേശിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അജയൻ അങ്ങോട്ട് പോവുകയാണ്. അതിനുശേഷം അനി വരികയാണ്. അപ്പോൾ അനാമിക അനിയോട് പറയുന്നു, ഞാൻ വന്ന സമയം തന്നെ അവളെ വലിയമ്മ കൂട്ടിക്കൊണ്ട് വന്നത് ശരിയായില്ല എന്ന്. അപ്പോൾ അനി പറയുകയാണ്, നിനക്ക് ഏട്ടത്തി ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ തിരിച്ചു വെക്കോ എന്ന്. അപ്പോൾ അനാമിക പറയുകയാണ്, നീ ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നു, എനിക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു എന്ന്, നിന്റെ മറ്റവളുടെ ചേച്ചിയാണല്ലോ, അപ്പോൾ പുകഴ്ത്തണമല്ലോ, നീ അങ്ങനെ പുകഴ്ത്തടാ എന്നൊക്കെ അനിയോട് അനാമിക പറയുകയാണ്. അപ്പോൾ അനി പറയുകയാണ്, വല്യമ്മയാണ് ഏട്ടത്തി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്, അപ്പോൾ അതിൻ്റെ ഒരു വില ഏട്ടത്തിക്ക് കാണും എന്ന് പറയുന്നു. അപ്പോൾ അനാമിക പറയുകയാണ്, അതിൻ്റെ തലയെടുപ്പോലെ എൻ്റെ അടുത്ത് കാണിക്കാൻ വന്ന അതൊന്നും ഞാൻ വകവെച്ച് കൊടുക്കില്ല എന്ന് അനാമിക ഇങ്ങനെ പറയുമ്പോൾ അനി പറയുകയാണ്, എൻ്റെ ഏട്ടത്തി ആവശ്യമില്ലാതെ ആരെടുത്തും വഴക്കിനൊന്നും പോകില്ല, നീ ഒന്നിനും പോവാതിരുന്നാൽ മതി എന്ന്. അനിയാണെങ്കിൽ നൈനയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതൊന്നും അനാമികയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അനാമിക പറയുകയാണ്, നീ പുകഴ്ത്തടാ, നിന്റെ മറ്റവളുടെ ചേച്ചിയല്ലേ, അതുകൊണ്ട് നീ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുമെന്ന്. ഇങ്ങനെ പറയുന്ന എനിക്ക് ഇഷ്ടമാവുന്നില്ല. അനി പറയുകയാണ്, മര്യാദയ്ക്ക് സംസാരിക്കുക എന്ന്. എന്നിട്ട് അനി പറയുകയാണ്, വലിയമ്മയ്ക്ക് മരണത്തോട് മല്ലിടേണ്ടി വന്നത് നീ നിന്റെ വീട്ടുകാരുമാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്, അതുപോലെ തന്നെ നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയതിലും നീ നിന്റെ വീട്ടുകാർക്കും പങ്കുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായെന്ന്. അനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന അനാമികയ്ക്ക് ഇഷ്ടമാണില്ല. അനാമിക പറയുകയാണ്, നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ നീ പറയണൊക്കെ കേൾക്കുമ്പോൾ വീട് വിട്ട് ഇറങ്ങിപ്പോകുമല്ലോ, അതിനു വേണ്ടിയല്ലേ എന്ന്. എന്നെ എൻ്റെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ നന്ദുവിനെ ഇവിടെ കൊണ്ടുവരാനല്ലേ, എന്നിട്ട് അവളെ കഴുത്തിൽ താലി കെട്ടാനല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ചോദിക്കുകയാണ്, ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയെന്നല്ലേ ഉള്ളൂ, ഞാനും നീയായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ എന്ന്. അപ്പോൾ അനി പറയുകയാണ്, നമ്മുടെ ബെഡ്റൂമിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, അപ്പോൾ നമ്മുടെ ജീവിതം വലിയ പരാജയമാണെന്ന്. അപ്പോൾ അനാമിക പറയുകയാണ്, ഈ താലി എത്രയും പെട്ടെന്ന് അഴിച്ചു മാറ്റണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ അത് നന്ദുവിൻ്റെ കഴുത്തിൽ വരരുതെന്ന് എനിക്ക് നല്ല വാശിയുമുണ്ടെന്ന്. ആ സമയത്ത് അനി പറയുകയാണ്, ഓരോരുത്തരെ വാശി തീർക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം തുലയ്ക്കാനും വേണ്ടി കുറേ എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇനി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവുകയാണ്. ഇത് കാണുമ്പോൾ ദേഷ്യത്തോടെ അനാമികയൊന്നും മിണ്ടാതെ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ജാനകിയും ജലജയും കൂടി ടേബിളിൻ്റെ പുറത്ത് ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുകയാണ്. ജലജയാണെങ്കിലും ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുമ്പോൾ പറയുകയാണ്, ഏട്ടത്തെ അടുക്കള ഭരണമൊക്കെ ഏറ്റെടുത്തില്ലേ, ഏട്ടത്തെ ഇങ്ങനെ മാറുമെന്ന് ആരും കരുതിയില്ല എന്ന്. അപ്പോൾ ജാനകി പറയുകയാണ്, കരൾ മാറ്റി വെച്ചതല്ലേ, അപ്പോൾ സ്വഭാവത്തിന് മാറ്റം വരുമെന്ന്. അപ്പോൾ ജലജ പറയുകയാണ്, കരളല്ലേ മാറ്റി വെച്ചാൽ തലച്ചോറൊന്നും അല്ലല്ലോ എന്ന്. ഇങ്ങനെ മാറാൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനി അവിടേക്ക് ഭക്ഷണം കൊണ്ട് വരികയാണ്. അപ്പോൾ അവരോട് സംസാരം അവിടെ നിർത്തിയാണ്. ദേവയാനി ചോദിക്കുകയാണ്, എൻ്റെ മരുമകൾ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അനാമിക അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അനാമിക പറയുകയാണ്, ഞാനിവിടെ ഉണ്ട് വല്യമ്മയെന്ന്. അപ്പോൾ മറ്റു രണ്ടുപേരും എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ജലജ പറയുകയാണ്, നമ്മളെല്ലാം ഉണ്ടാക്കി വെച്ചല്ലോ, വേണമെങ്കിൽ വന്ന് രണ്ടുപേരും എടുത്ത് കഴിക്കട്ടെ എന്ന്. ദേവയാനി ജലജയോട് പറയുകയാണ്, നീ നിൻ്റെ മരുമകളെ ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയൊന്നും വേണ്ട, ആ കുട്ടിയുടെ വയറ്റിൽ കിടക്കുന്ന ഈ വീട്ടിലെ പേരക്കുട്ടിയാണ്, അതുകൊണ്ട് നീ ചിന്തിച്ചേ മതിയാവൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നവ്യ അവിടേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കാൻ വന്നല്ലോ എന്ന് പറഞ്ഞ് അനാമികയും ജാനയും കൂടി കളിയാക്കുകയാണ്. എന്നിട്ട് അനാമിക പറയുകയാണ്, പലരുടെയും മുഖം കാണേണ്ടി വരില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടേക്ക് വന്നത്, ഇനിയിപ്പോൾ എനിക്ക് ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങത്തുമില്ല എന്ന് കുത്തി പറയുകയാണ്. അപ്പോൾ നവ്യയ്ക്കാണെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നവ്യ പറയുകയാണ്, നിനക്ക് മുഖം കാണണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് എഴിച്ചു പോകും, നീ കഴിക്കാൻ നിൽക്കണ്ട എന്ന്. നവ്യ പറയുകയാണ്, എനിക്ക് ആവശ്യമുള്ള എന്തായാലും ഞാൻ കഴിച്ചിട്ടേ ഇവിടെ നിന്ന് എഴിച്ചു പോകുള്ളൂ എന്ന്. അപ്പോൾ ജാനകി പറയുകയാണ്, ഭക്ഷണത്തിൻ്റെ മുമ്പ് വെച്ച് എന്തായാലും ഇനി ഒരു വഴക്ക് വേണ്ട എന്ന്. രണ്ടുപേരും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ദേവയാനി മനസ്സിൽ ഓർക്കുകയാണ്, നൈന വന്നില്ലല്ലോ എന്ന്. എന്നിട്ട് അവളെവിടെ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ആ മഹാറാണിയെ കണ്ടില്ലല്ലോ, ഞാൻ ഇനി അവളെ പോയി ആനയിച്ച് കൊണ്ടുവരട്ടെ എന്നൊക്കെ ദേവയാനി പറയുകയാണേ.
അപ്പോൾ ജാനകി പറയുകയാണ് ഏട്ടത്തിക്ക് വേറെ ജോലിയില്ലേ, എന്തിനാ ചേട്ടത്തി അവളെ വിളിക്കാൻ പോകുന്നത്, ഏട്ടത്തി ഒരിക്കൽ വിളിക്കാൻ പോയാൽ പിന്നെ അവൾ ഏട്ടത്തിയുടെ തലയിൽ കയറിയിരിക്കുമെന്ന്. അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്നെ ആദർശിന് വേണ്ടിയാണ് സഹിക്കുന്നത്. ഇനിയിപ്പോൾ ആദർശിനടുത്ത് എന്തെങ്കിലും ഇവളെപ്പറ്റി പറഞ്ഞാൽ ഇനി അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. ആദർശിന് വേണ്ടി മാത്രമാണ് ഈ നൈനയെ ഞാൻ സഹിക്കുന്നത്. ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞ് എൻ്റെ മോന് വീണ്ടും വിഷമമാവും, അതുകൊണ്ട് ഞാൻ അവളെ പോയി വിളിക്കട്ടെ എന്ന് നവ്യയോട് ചോദിക്കുകയാണ് നൈന എവിടെയെന്ന്. അപ്പോൾ നവ്യ പറയുകയാണ് എല്ലാവരും കഴിച്ചതിന് ശേഷമേ അവൾ കഴിക്കാൻ വരുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ജലജ കളിയാക്കുകയാണ്, എല്ലാവരും കഴിച്ചതിന് ശേഷം കഴിച്ചാലല്ലേ അവൾക്ക് ആവശ്യമുള്ളത് വെട്ടി വിഴുങ്ങാൻ പറ്റുള്ളൂ എന്ന്. പിന്നെ കളിയാക്കുന്ന സമയത്ത് നവ്യ പറയുകയാണ് അമ്മാവി ഇരിക്കും, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന്. അപ്പോൾ ദേവയാനി പറയുകയാണ് നീ എന്തായാലും ഭക്ഷണം കഴിക്കാൻ ഇരുന്നാലേ നീ ഇരിക്കും, ഞാൻ പോയി വിളിക്കാമെന്ന് നവ്യയോട് ദേവയാനി പറയുകയാണ്. അപ്പോൾ ദേവയാനി നൈനയെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അനാമിക പറയുകയാണ് ഇവിടെ ചിലർക്കൊക്കെ ഭക്ഷണം എല്ലിൻ്റെ ഇടയിൽ കുത്തിയതിൻ്റെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ നവ്യ പറയണം അത് ആർക്കൊക്കെയെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്ന് പറയും. എന്നിട്ട് അനാമികയും നവ്യയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുകയാണ്. അപ്പോൾ ജലജ മനസ്സിൽ ഓർമ്മിക്കേണ്ട രണ്ടെണ്ണം കൂടി വഴക്ക് കൂടി ആരെങ്കിലും ഒരാൾ പുറത്ത് പോയാൽ മതി, ആര് പോയാലും എനിക്ക് സന്തോഷം തന്നെയെന്ന് ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം പിന്നീട് നൈന ബുക്ക് എന്തോന്നോ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനിയെ കാണുമ്പോൾ മെല്ലെ അവിടെ നിന്ന് നൈന എഴുതിക്കുകയാണ്. ദേവയാനി നൈനയോട് ചോദിക്കുകയാണ് എന്താ നീ ഭക്ഷണം കഴിക്കാൻ വരാത്തതെന്ന്. അപ്പോൾ നൈന പറയുകയാണ് എല്ലാവരും കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേവയാനി പറയുകയാണ് നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വരാതിരുന്ന എൻ്റെ മോനെ പിണങ്ങാൻ പോകുന്നത്, അവന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിക്കാൻ വന്നത്. ആ രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നൈന പറയുകയാണ് ഞാൻ അങ്ങോട്ട് വരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതിയാണ് ഞാൻ അങ്ങോട്ട് വരാതിരുന്നതെന്ന്. എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല, ഇനി നിനക്ക് ഭക്ഷണം തന്നില്ല നീ നിൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും വിളിച്ച് പറഞ്ഞാലോ എന്ന്. അപ്പോൾ നൈന പറയുകയാണ് ഞാൻ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊന്നും ഞാൻ വിളിച്ച് പറയത്തില്ല എന്ന്. അപ്പോൾ ദേവയാനി പറയണ ആർക്കറിയാം എന്താണ് പറയാറുണ്ടോ ഇല്ലേ എന്ന്. ദേവയാനി പറയണേ എന്തായാലും നീ ഭക്ഷണം കഴിക്കാൻ ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇനി എടുത്ത് കളയാനൊന്നും പറ്റത്തില്ല എന്ന്. നീ വന്ന് കഴിക്കുക എന്ന് പറയുമ്പോൾ നൈന വരാമെന്നൊക്കെ ദേവയാനിയുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് നൈന ദേവയാനിയുടെ അടുത്ത് ചോദിക്കുകയാണ് നാളെ മുതൽ ഞാൻ അമ്മേനെ സഹായിക്കാൻ അടുക്കളയിലോട്ട് കയറിക്കോട്ടെ എന്ന്. അപ്പോൾ ദേവയാനി പറയാണ് അങ്ങനെയൊന്നും വേണ്ട, ഇപ്പോൾ ഇങ്ങനെ പോകുന്നത് പോലെ പോട്ടെ എന്ന്. അതുപോലെ ഇങ്ങ് പോയാൽ മതി, ഇനി നീ അടുക്കളക്കാരി ആകണ്ട, നീ ഈ വീട്ടിലെ മഹാറാണി ആയാൽ മതി എന്ന്. അപ്പോൾ നീയാണ് ഈ വീട്ടിലെ താരം എന്നിങ്ങനെ നൈനയുടെ അടുത്ത് പറയണം. അപ്പോൾ നൈന പറയണം അങ്ങനെയൊന്നും ഇല്ല അമ്മേ, ഞാൻ നാളെ മുതൽ അമ്മേനെ സഹായിക്കാൻ വന്നോട്ടെ എന്ന്. ദേവയാനി പറയണേ നീ അടുക്കളയിൽ സഹായിക്കാനൊന്നും വരണ്ട, നീ ഇപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കാൻ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. നൈന കഴിക്കാൻ വേണ്ടി കൂടെ പോകുന്ന സമയത്ത് ദേവയാനി തിരിഞ്ഞു നിന്നിട്ട് നൈനയുടെ അടുത്ത് ചോദിക്കുകയാണ് നിനക്ക് എനിക്ക് കടൽ തന്ന കുട്ടീനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന്. നീ ആ കുട്ടീനെ കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നൈന പെട്ടെന്ന് പറയുകയാണ് അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നെങ്കിലും ആ കുട്ടീനെ എനിക്ക് കാണാൻ പറ്റിയില്ല എന്ന്. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് അപ്പം നീ എന്നോട് കള്ളമാ പറയുന്നു എന്ന്. അപ്പം നൈന പറയണേ അങ്ങനെയൊന്നും ഇല്ല എന്ന്. അപ്പോൾ ദേവയാനി പറയണേ എല്ലാവരോടും ഇങ്ങനെ തന്നെ എൻ്റെ അടുത്ത് പറയുന്നു, എന്തെങ്കിലും ഒരു ദിവസം ഞാൻ കണ്ടുപിടിച്ചോളാമെന്ന്. ഞാൻ തന്നെ നിനക്ക് ആ കുട്ടീനെ കാണിച്ചു തരാം, ഒരു കരുണയുള്ള കുട്ടി എന്നെ സഹായിച്ചത് കൊണ്ട് എനിക്കിപ്പോൾ ഒരു കുഴപ്പവും സംഭവിച്ചില്ല. എന്നിട്ട് ദേവയാനി പറയുകയാണ് അങ്ങനെ ത്യാഗം ചെയ്യാൻ മനസ്സുള്ള പെൺകുട്ടിയാണ് ഒരു വീട്ടിൻ്റെ മരുമകളായിട്ട് കയറി വരേണ്ടിയിരുന്നതെന്ന്. നിനക്കും അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ നൈന പറയുകയാണ് എനിക്കും അങ്ങനെ ഒരു മനസ്സുണ്ട് അമ്മ എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുകയാണ് അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരെ, പ്രവൃത്തിയിലും കാണിക്കണമെന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ചേർത്ത് നിർത്തേനി എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേവയാനി നൈനയെ വിളിച്ച് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോവുകയാണ്. നൈന വന്ന് ടേബിളിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ ആഹാരമൊന്നും എടുക്കാതെ ഇരിക്കുകയാണ്. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് ഇനി ഞാൻ നിനക്ക് വിളമ്പിയും കൂടി തരണമെന്ന്. അപ്പോൾ നൈന പറയണ വേണ്ട ഞാൻ തന്നെ എടുത്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നൈന എടുത്ത് കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അനാമിക പറയുകയാണ് ഇന്നത്തെ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ജലജ പറയുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നത്തെ ഭക്ഷണത്തിന്. ദേവയാനി പറയുകയാണ് എന്നെ അങ്ങ് സൂചിപ്പിച്ച് എന്നെ കൊണ്ട് ജോലി ചെയ്യാനുള്ള പണിയൊന്നും ആരും കാണിക്കണ്ട, എനിക്ക് ഒറ്റയ്ക്ക് അടുക്കള പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നെ അടുക്കളയിൽ സഹായിക്കാൻ ജാനകിയും ജലജയും കൂടെ വേണമെന്ന് പറയുമ്പോൾ അത് ജലജയ്ക്ക് ഇഷ്ടമാവുന്നില്ല. ജലജ ചോദിക്കുകയാണ് അപ്പോൾ ഇവൾമാർക്കൊക്കെ ഇവിടെ എന്താ ജോലി എന്ന്. അപ്പോൾ അനാമിക പറയുകയാണ് എന്നെ എൻ്റെ അച്ഛനും അമ്മയും അടുക്കളയിൽ കയറ്റിയിട്ടില്ല എന്ന്. നവ്യം പറയുകയാണ് എൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്, എൻ്റെ അച്ഛനും അമ്മയും എന്നെ അടുക്കളയിൽ കയറ്റിയിട്ടില്ല, പക്ഷേ നൈന അങ്ങനെയല്ല, അമ്മയുടെ കൂടെ നിന്ന് അടുക്കളയിൽ സഹായിച്ചു കൊടുത്ത് അവൾക്ക് എല്ലാ കാര്യവും അറിയാമെന്ന്. ജലജ ചോദിക്കാൻ ഇവന്മാർക്ക് ഇവിടെ എന്താ ജോലി എന്ന്. അപ്പോൾ ജാനകി പറയുകയാണ് ഭക്ഷണം കഴിക്കുന്നത് തന്നെ ഒരു വലിയ ജോലിയല്ലേ. അപ്പോൾ നവ്യം ജാനകിയുടെ അടുത്ത് പറയണം അത് തന്നെയാണ് നിങ്ങളെ മരുമകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവൾക്കും കൈയും കാലും ഉണ്ടല്ലോ എന്ന്. നവ്യ പറയാണ് നമ്മൾ അടുക്കളയിൽ കയറുമ്പോൾ അനാമികയും കൂടെ കയറേണ്ടി വരും. അപ്പോൾ അനാമിക പറയുകയാണ് ഞാൻ ഇതുവരെയ്ക്കും അടുക്കളയിലൊന്നും കയറിയിട്ടില്ല എന്ന്. അപ്പോൾ ദേവയാനി പറയുകയാണ് അങ്ങനെയൊന്നും പറയണ്ട, ഇതുവരെ അങ്ങനെയായിരിക്കും, ഇനി മുതൽ അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ എന്ന്. നമ്മളെല്ലാം ഒറ്റയ്ക്ക് പഠിച്ചിരിക്കേണ്ടത് നല്ലത് തന്നെയാണ്, അപ്പോൾ നമുക്ക് ആരെയും ആശ്രയിക്കേണ്ടി വരില്ലല്ലോ എന്ന്.
ദേവയാനി പറയുന്നത് അനാമികയ്ക്ക് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ നയന പറയുകയാണ് എങ്കിൽ ഞാൻ നാളെ മുതൽ അമ്മേനെ സഹായിക്കാൻ വരാമെന്ന്. അപ്പോൾ ദേവയാനി പറയണ അതൊന്നും വേണ്ട എന്ന്. ജാനകി പറയണത് അത് നല്ല കാര്യമാണ്. നീ തന്നെ ആയിരുന്നല്ലോ കുറേ കാലം മുമ്പ് ഇവിടുത്തെ അടുക്കള ഭരണമൊക്കെ ഏറ്റെടുത്തിരുന്നത്. നീ തന്നെയാണല്ലോ അടുക്കളക്കാരിയും. അപ്പോൾ ദേവയാനി പറയണ അതൊന്നും വേണ്ട. നീ ഇവിടെ കുറേ ദിവസമായിട്ട് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ആരും പട്ടിണിയൊന്നും കിടന്നിട്ടില്ല. ഇനി അങ്ങനെ തന്നെ പോയാൽ മതി. ഇനി നീ അടുക്കള കയറി ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ ഞാൻ വരത്തൊന്നുമില്ല എന്ന്. അതുകൊണ്ടാണ് നിന്നെ അടുക്കള കയറണ്ട എന്ന് പറയുന്നതെന്ന്. അപ്പോൾ ജലജ പറയും 2 മാസം നീ ഇല്ലായിരുന്നപ്പോൾ ഇവിടെ നല്ല സമാധാനം ഉണ്ടായിരുന്നു എന്ന്. അപ്പം നയന പറയുകയാണ് എന്നാ പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം എന്ന്. അപ്പം നവ്യ പറയാണ് നീ ഇവർ പറയുന്നത് കേട്ട് എന്തിനാ നീ നമ്മളെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നത്? ഇവർ പറയുന്നതൊന്നും കേൾക്കട്ടെ, നീ ആദർശേട്ടൻ്റെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന്. അപ്പോൾ ദേവയാനി പറയുകയാണ് അവൾക്ക് നല്ലതുപോലെ അറിയാം ഇവളില്ലാതെ എൻ്റെ മോന് പറ്റത്തില്ല. അതുകൊണ്ട് അവൾ അതിൻ്റെ ഭീഷണിപ്പെടുത്തലാണ് അവൾ കാണിക്കുന്നത്. മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിച്ചോ എന്ന് ദേവയാനി നയനയുടെ അടുത്ത് പറയുകയാണ്. എന്നിട്ട് നയന ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ കഴിക്കുകയാണ്. അപ്പോൾ ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ് അവൾക്ക് കറികളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവൾ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിക്കുന്നതെന്ന്. അപ്പോൾ ദേവയാനി നയനയുടെ അടുത്ത് ചോദിക്കുകയാണ് വിളമ്പിത്തരണോ എന്ന്. അപ്പോൾ ഏട്ടത്തി ഇനി വാരിയും കൂടി കൊടുക്കുക, ഏട്ടത്തിക്ക് അവളാണല്ലോ കരൾ തന്നെയെന്ന്. ജലജ കളിയാക്കിക്കൊണ്ടാണ് ദേവയാനിയുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ ദേവയാനി മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു അതേടി എൻ്റെ മരുമകളുടെ കരൾ തന്നെയാണ് എനിക്ക് പകത്ത് തന്നത്, അതുകൊണ്ട് നീ കളിയാക്കിയൊന്നും വേണ്ട എന്നിങ്ങനെ ദേവയാനി മനസ്സിൽ ഓർക്കുകയാണ്. ആദർശാണ് ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നൈനീനെ ഇങ്ങനെ വിളിക്കുകയാണ്. ആദർശ് പറയുകയാണ് അമ്മ ഉണ്ടാക്കി ടേസ്റ്റുള്ള ഫുഡാണ് ഞാൻ കഴിക്കുന്നതെന്ന് പറയുമ്പോൾ നൈന പറയുകയാണ് അമ്മ ഉണ്ടാക്കിയ ടേസ്റ്റുള്ള ഫുഡ് കഴിച്ചിട്ടാണ് ഞാനിപ്പോൾ വന്നതെന്ന്. ദേവയാനി നൈനീനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്ന കാര്യങ്ങളൊക്കെ ആദർശിനോട് പറയുകയാണ്. മോൻ്റെ സങ്കടം കണ്ടിട്ടാണ് എന്നെ വിളിക്കാൻ വന്നതെന്നൊക്കെയാണ് അമ്മ പറഞ്ഞതെന്ന്. ആദർശിന് അമ്മ ഭക്ഷണം കഴിക്കാൻ നൈനയെ വിളിച്ചത് അതിശയാകുന്നു, വളരെ സന്തോഷവും തോന്നുന്നു. അമ്മയ്ക്ക് എൻ്റെ അടുത്തുള്ള പിണക്കമൊന്നും മാറിയിട്ടില്ല, മോനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് എന്നെ വന്ന് വിളിച്ചതെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആദർശിന് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. അമ്മ വന്ന് ആഹാരം കഴിക്കാൻ നൈനയെ വിളിച്ചല്ലോ എന്ന്. അമ്മയ്ക്ക് വലിയ മാറ്റമാണല്ലോ സംഭവിച്ചിരിക്കുന്നതെന്ന്. എന്നിട്ട് ആദർശ് പറയുകയാണ് ഞാൻ ഇനിയിപ്പോൾ കുറച്ച് ദിവസം ആയില്ലേ, ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന്. നൈന ചോദിക്കുന്നത് എന്തിനാ ഡോക്ടറെ കാണുന്നതെന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ് ഇനി നമ്മുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കേണ്ടേ എന്ന്. അതനുസരിച്ച് വേണമല്ലോ മുന്നോട്ട് പോകുക. ഒരു കാര്യം മുടങ്ങി കിടക്കുകയാണല്ലോ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയ്ക്കും. ഇങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് ചെറിയ നാണമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് നൈന പറയുകയാണ് ഭക്ഷണം കഴിച്ചിട്ട് വരാൻ നോക്കുക എന്ന്. പിന്നീട് നൈന പറയുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം ഇന്ന് അധികം ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ഉണ്ടാക്കി തന്ന കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്. ആദർശ് പറയുകയാണ് നീ അമ്മേനെ പിണക്കാനൊന്നും നിൽക്കേണ്ട, നീ ഇനി അടുക്കള കയറി സഹായിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടപ്പെടുകയൊന്നും ചെയ്യത്തില്ല എന്ന്. നീ ഇനി അമ്മയുടെ മൂഡ് അനുസരിച്ച് നിന്നാൽ മതി എന്നൊക്കെ ആദർശ് നൈനയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആദർശ് ഡോക്ടറെയൊക്കെ കണ്ടിട്ട് ഞാൻ വരാമെന്ന് പറയുമ്പോൾ ആദർശ് കോള് കട്ടിയാണ്. എന്നിട്ട് നൈനയാണെങ്കിൽ അതൊക്കെ ഓർമ്മിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നൈനയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.